നമസ്കാരം. എല്ലാവർക്കും നക്ഷത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അവർക്ക് നിങ്ങളോടിപ്പോഴും ഇഷ്ടമുണ്ടോ, നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നില്ല. ഇതിലെ എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായി മാച്ചാണെങ്കിൽ ഈ റീഡിങ് പോസിറ്റീവായി എടുക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. അപ്പോൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു റീഡിങ് കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ ഒരു വ്യക്തി നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് എന്ന് പറയാം. അത്തരത്തിൽ ഒരുപാട് മോശം സാഹചര്യങ്ങളും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും ആ വ്യക്തിയെപ്പോലെ തന്നെ നിങ്ങളും ധൈര്യം നഷ്ടപ്പെടാതെ പോരാടി നിന്നു. എന്തുകൊണ്ടെന്നാൽ വളരെയധികം ധൈര്യശാലികളാണ് നിങ്ങൾ രണ്ടുപേരും. ഏതൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും, അത് എത്ര മോശമാണെങ്കിൽ പോലും, ഏത് പരീക്ഷണഘട്ടമാണെങ്കിലും അതിനെതിരെ പൊരുതി നിൽക്കാൻ തയ്യാറാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ എത്രത്തോളം അകന്നു മാറിപ്പോയാലും നിങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വളരെ കൂടുതലാണ്. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയായിരിക്കാം. വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ ഒരു സൗഹൃദം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയാം. അധികം സുഹൃത്തുക്കളൊന്നും തന്നെ നിങ്ങൾക്ക് കാണില്ല. നിങ്ങളായിട്ട് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചെല്ലാൻ മുൻകൈ എടുക്കാറില്ല. അവർക്കിഷ്ടമല്ലെന്ന് തോന്നിയാൽ മാറി നിൽക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയോ കാരണം മൂലം, മറ്റെന്തൊക്കെയോ ഇടപെടൽ മൂലം നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി കാലചക്രം വരുന്നു എന്ന് പറയാം. അതുപോലെ ഇവിടെ ഡെത്ത് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രതികൂല സാഹചര്യം അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും ചില മാനസിക പ്രയാസങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതെല്ലാം പതുക്കെ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാതിരിക്കാൻ, നല്ല രീതിയിൽ മറ്റാരൊക്കെയോ ഇടപെടൽ ഉണ്ടായിരുന്നു, മറ്റാരുടെയൊക്കെയോ അവർ അതിന് നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു എന്നതാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇവർക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തി സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ അവർ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ അവർ വളരെ ഭയത്തോടു കൂടിയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ അകത്ത് നിൽക്കുന്നത്. അല്ലാതെ അവർ വലിയ താല്പര്യത്തോടു കൂടിയൊന്നും അല്ല അവിടെ തുടർന്ന് പോകുന്നത്. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതായത് നിങ്ങളിൽ ഇപ്പോൾ ഒരു ലക്ഷ്യബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം ഒരുപാടുണ്ട്. സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ അതിന് സമ്മതിക്കാത്ത അവസ്ഥയാണ്. എന്നാൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അനുകൂല സാഹചര്യത്തിന്, ആ ഒരു സമയത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ കെയർ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ നിങ്ങളെ കാണുന്നത്.
ഇവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതെല്ലാം വെറുതെയായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. കാരണം അത്രത്തോളം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കതിൽ നിന്ന് യാതൊരു ലാഭവും ലഭിച്ചില്ല. പക്ഷേ നിങ്ങളെ അവരിപ്പോൾ കാണുന്നത് അവർക്ക് പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞ് അവർക്കൊരു ആശ്വാസം നൽകാൻ ആണ്, ആ ഒരു രീതിക്കാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് അവർക്ക് മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അവരിൽ നിന്നും, ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരോട് തന്നെ ഷെയർ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് വന്ന് പറയണമെന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു കെയർ തരാൻ ആഗ്രഹിക്കുന്നതിലപ്പുറം അവർക്ക് നിങ്ങളൊരാശ്വാസമാകണം, അല്ലെങ്കിൽ ഒരു സാന്ത്വനമാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.